ഉണ്ണിക്കുട്ടാ, പൂച്ചയുടെ വാലെ പിടിച്ച് വലിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ വാലെ പിടിച്ചിട്ടേ ഉള്ളൂ അമ്മേ, പൂച്ചയെ വലിച്ചിരുന്നത്. ഉണ്ണിക്കുട്ടന്റെ മൂത്രം പരിശോധിക്കണം. അതെന്താ? അത് ആ കുട്ടിയുടെ രക്തം പരിശോധിക്കാൻ വേണ്ടി രക്തം കുത്തിയെടുക്കുന്നതാണ്. അയ്യോ, എനിക്ക് ഇപ്പോ മനസ്സിലായേ എങ്ങനെ മൂത്രം. ഇന്ന് പരീക്ഷയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോടാ. പ്രാർത്ഥിച്ചാൽ ജയിച്ചോ? പ്രാർത്ഥിച്ചേച്ചും പോയാ ദൈവം നിന്നെ പരീക്ഷയെ സഹായിക്കും. താൻ പാതി ദൈവം പാതിന്ന് കേട്ടിട്ടില്ലേ? നല്ലോണം എഴുതിയോടാ? എഴുതിയൊന്നുമില്ല. ഒന്നും എഴുതിയില്ലേ, പിന്നെ എങ്ങനെ ജയിക്കും? ജയിച്ചാൻ പാതി മാർക്ക് മതി, അത് ദൈവം തരുന്നല്ലേ അമ്മ പറഞ്ഞു. ഇന്ന് പരീക്ഷയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോടാ. പ്രാർത്ഥിച്ചാൽ ജയിച്ചോ? പ്രാർത്ഥിച്ചേച്ചും പോയാ ദൈവം നിന്നെ പരീക്ഷയെ സഹായിക്കും. താൻ പാതി ദൈവം പാതിന്ന് കേട്ടിട്ടില്ലേ? നല്ലോണം എഴുതിയോടാ? എഴുതിയൊന്നുമില്ല. ഒന്നും എഴുതിയില്ലേ, പിന്നെ എങ്ങനെ ജയിക്കും? ജയിച്ചാൻ പാതി മാർക്ക് മതി, അത് ദൈവം തരുന്നല്ലേ അമ്മ പറഞ്ഞു. അമ്മേ, ഈ പാഠം ആരുടെയാ? ഈ തറവാടിന്റെ മഹിമയെപ്പറ്റി ഉണ്ണിക്കുട്ടനിൽ നല്ലൊരു ബോധം ഉണ്ടാക്കണം. ഇതാരാണെന്നറിയില്ലേ കുട്ടാ? ഇതാണ് നിന്റെ മുത്തച്ഛൻ. എന്റെ മുത്തച്ഛ, പൊന്നു മുത്തച്ഛ, എന്റെ മുത്തച്ഛ, പൊന്നു മുത്തച്ഛ. മുത്തശ്ശനെ പട്ടാളത്തിലെ വലിയൊരു കേണലായിരുന്നു. മുത്തശ്ശനെ എല്ലാവർക്കും എന്തൊരു പേടിയായിരുന്നോ. മുത്തശ്ശൻ എന്ന് കേട്ടാ ശത്രുക്കളൊക്കെ വിരണ്ടോടുമായിരുന്നു. മുത്തശ്ശൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ആരെയും ഞെട്ടിക്കും. ഇപ്പൊ മനസ്സിലായോ മുത്തശ്ശൻ ആരായിരുന്നു? അത് മനസ്സിലായി. പക്ഷേ ഒരു സംശയം. എന്താ നിന്റെ സംശയം? അതെ, നമ്മുടെ മുത്തശ്ശന്റെ പുറത്ത് കയറി ആ തൂക്കും പിടിച്ചിരിക്കുന്നതാരാ? അച്ഛാ, ഞാൻ ക്രിസ്മസ് പടക്കം വാങ്ങി. അറിയാത്തവര് പടക്കം പൊട്ടിക്കരുത്, അപകടമാ. ദേ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വെടിപൊട്ടിക്കാൻ അറിയാം, കൂട്ടുകാരുടെ മുന്നില്. ഞാൻ അവനെ പഠിപ്പിക്കുന്നത് കാണണം. കുട്ടാ, നോക്കടാ, ഒരു കയ്യില് പടക്കം, മറ്റേ കയ്യില് മെഴുകുതിരി. എന്നിട്ട് പടക്കത്തിന് തീ കൊളുത്തിയേച്ച് മേലോട്ട് എറിയണം. പടക്കത്തിന് പകരം അച്ഛൻ മെഴുകുതിരിയാ വലിച്ചെറിഞ്ഞത്. ഉണ്ണിക്കുട്ടൻ അമ്മയിൽ നിന്ന് കണക്കിന് കിട്ടിക്കോളും. അമ്മ എന്നെ എടുത്തിട്ട് കിളയ്ക്കുന്നത് കാണാനായി ഇവര് വന്നേക്കണേ. ആ വെള്ളം ഒന്ന് വാങ്ങി വയ്ക്കാൻ പറയാമ്മേ. പോയി പഠിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വാടാ. കണ്ടോ ഓടിയത്? പഠിക്കാനുള്ള ഉത്സാഹം കണ്ടോ? അവൻ സ്ഥലം വിട്ടതാടി. ഒരക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ല. ഇന്ന് മുഴുവനും ഇവിടെ ഇരുന്ന് പഠിച്ചോണം. നീ പഠിക്കോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടില്ലേ, നമ്മുടെ മജീഷ്യൻ മുതുകാട് ഒരു കാർ അപ്രത്യക്ഷമാക്കിയെന്ന്. ഒരിക്കൽ സിനിമാ നടിയെ സ്റ്റേജിൽ വെച്ച് അപ്രത്യക്ഷമാക്കി. നിന്റെ അനുജത്തി ഒരിക്കൽ അപ്രത്യക്ഷയായിട്ട് 2 മാസം കഴിഞ്ഞില്ലേ വന്നത്. മുതുകാടിന് ദൂരെ ഇരുന്നും സാധനങ്ങൾ അപ്രത്യക്ഷമാക്കാൻ പറ്റുമെന്നാ പറയുന്നത്. മാജിക് അങ്കിളുടെ നമ്പർ ഇന്നത്തെ പത്രത്തിലുണ്ട്. ഹലോ ഹലോ, മാജിക് അങ്കിൾ അല്ലേ? ഞാൻ ഉണ്ണിക്കുട്ടനെ വിളിച്ചേ. അതെ അങ്കിളെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബുക്ക് ഒന്ന് അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ?